എൻ്റെ അഭിപ്രായത്തിൽ മാധ്യമങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇന്ന് പണ്ടത്തേക്കാൾ കൂടുതൽ പ്രസക്തിയുണ്ട്. മാധ്യമങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ ആവശ്യമാണ്. അവരത് തിരിച്ചറിയുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. ഈ മാധ്യമങ്ങളുടെ ഒരു പ്രവണത അടുത്ത കാലത്ത് പ്രത്യേകിച്ചും ഈ ഫൈനാൻസ് ക്യാപിറ്റലിസത്തിന്റെയും ലിബറലൈസേഷനും ഒക്കെ ശേഷം വന്നിട്ടുള്ള ഒരു മനസ്ഥിതി, മാധ്യമങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുക എന്നുള്ളതാണ്. ആ കാലഘട്ടത്താണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 1991 ആ കാലഘട്ടം തൊട്ടാണ് ഈ പേജ് 3 ഫിനോമിനൻ, ഈ കൗതുക വാർത്തകൾ, നമ്മൾ ഈ ഗോസിപ്പ് എന്ന് പറയും, ഒരു ഗോസിപ്പ് അല്ലെങ്കിൽ റൂമേഴ്സ്, ഇതൊക്കെ വാർത്തകളായി അവതരിക്കപ്പെടുന്നു. മാസ്കുലേറ്റിംഗ് ആസ് ന്യൂസ്, ഗോസിപ്പ് ആൻഡ് റൂമർ. അങ്ങനെ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് സോഷ്യൽ മീഡിയ അടുത്ത കാലത്താണ് വന്നത്. 1990-കളിലൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ 2000-ലാണ് ശരിക്കും വ്യാപകമായിട്ട് വരുന്നത്. അപ്പോൾ നാച്ചുറലി അത് ഏറ്റെടുക്കുന്നു. അപ്പൊ ഈ പേജ് 3 ഫിനോമിനും മറ്റേ സോഷ്യൽ മീഡിയ ആയിട്ട് വലിയ വ്യത്യാസമില്ല. സോഷ്യൽ മീഡിയ ആയിരിക്കും അതിൽ കൂടുതൽ ഭംഗിയായിട്ട് ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നത്, ജനങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കാവുന്നതാണ്. എന്നാൽ മാധ്യമ പ്രവർത്തനത്തിന്റെ മൂല്യധർമ്മം അല്ലെങ്കിൽ ദൗത്യം ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുക എന്നുള്ളതല്ല. ജനങ്ങൾക്ക് ആവശ്യമുള്ളത് നമ്മൾ തിരിച്ചറിയുക, എന്നിട്ട് അത് അവർക്ക് എത്തിക്കുക എന്നുള്ളതാണ്. NBC എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു അമേരിക്കയിലെ ന്യൂസ് നെറ്റ്വർക്കിന്റെ പ്രസിഡന്റ് വന്നിട്ടുണ്ട്. ഗിവിംഗ് ദ പീപ്പിൾ വാട്ട് ദേ വാണ്ട് ഈസ് ദ ഡോപ്പ് പെഡ്ലേഴ്സ് ആർഗ്യുമെന്റ്. അതായത് ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാന്ന് പറഞ്ഞത് മയക്കുമരുന്ന് വിൽക്കുന്ന ആളുടെ